ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ സ്ത്രീകളുടെ തിരോധാന കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ വീടും പരിസരവും വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ജിയോളജിസ്റ്റുകളുടെ സേവനവും അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. സൈക്കോ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കാണാതായ കോട്ടയം സ്വദേശിനി ജൈനമ്മ, ചേർത്തല സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവർക്ക് സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ 5 വർഷം മുൻപ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല സ്വദേശിനി സിന്ധുവിന്റെ കേസും പുനഃപരിശോധിക്കും. കോട്ടയം, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘങ്ങളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത്. കോട്ടയത്ത് നിന്ന് കാണാതായ ജൈനമ്മയുടെ തിരോധാന കേസിലാണ് സെബാസ്റ്റ്യനെ അറസ്റ്റ് ചെയ്തത്. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അസ്ഥികളുടെ ശാസ്ത്രീയ പരിശോധന ഉടൻ നടത്തും. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയ്ക്ക് പുറമെ ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭൻ, ഐഷ എന്നിവരുടെ തിരോധാനത്തിലും സെബാസ്റ്റ്യനുള്ള പങ്ക് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശദമായ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ 2 ഏക്കർ വീടും പുരയിടവും നിഗൂഢതകളുടെ ഇടമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. ഇവിടേക്ക് പലപ്പോഴും സെബാസ്റ്റ്യനൊപ്പം ആളുകൾ വന്നു പോകാറുണ്ടായിരുന്നു. പലപ്പോഴും സ്ത്രീകളായിരിക്കും കൂടെ ഉണ്ടാകുന്നതെന്ന് പരിസരവാസികൾ പറയുന്നു. കോർട്ട് ഓർഡർ പറയാൻ സെർച്ചിന് വന്നകത്ത് കയറി പരിശോധിച്ച് അകത്തേക്ക് ഒരു ഡൈനിങ് ടേബിളെ കോണ്ടം കിടക്കുന്നു. അപ്പോൾ ആ ക്രൈംബ്രാഞ്ചിൽ പിന്നെ ഒരു ഓഫീസർ എടുത്തിട്ട് എന്താണ് സെബാസ്റ്റ്യൻ ഇപ്പോൾ ഈ പണി നിർത്തിയിട്ടില്ലെന്നോട് ചോദിച്ചു. അപ്പോൾ അവൻ ഗാർഡിൽ കാരണം ഇപ്പോഴത്തെ ഒരു ഭാഗത്തിന് അന്ന് നിസ്സംഗനായത് കേട്ട് നിന്നാലുണ്ട്. വീടൊന്ന് വൃത്തിയില്ലാതെ കിടക്കുന്നു. അപ്പോൾ അന്ന് സുരേഷ് എന്ന് പറഞ്ഞ് ചോദിച്ചു ക്രൈംബ്രാഞ്ചിൽ വന്നു. പുള്ളി വെച്ചിട്ട് നിനക്ക് ഒന്ന് വൃത്തിയായി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പിന്നെ സാർ പറഞ്ഞ സാറിനായിരുന്നു ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ വരുന്നത്. വീട് ഇതിനേക്കാൾ കഷ്ടമാണ് അവിടെ ഏറ്റുമാനൂർ. ഒരു വൃത്തിയില്ല. അപ്പോൾ കുറേയൊക്കെ എടുത്തായിരുന്നു. അവർക്ക് കിട്ടിയെന്നൊരു ഫോണാണ്. സാധാരണ നമ്മൾ പിന്നെ മാനുവലായിട്ട് ഉപയോഗിച്ചിട്ട് ഫോൺ. അതിനൊരു സിമ്മൊന്നും ഇല്ലായിരുന്നു. സെർച്ചിൽ കിട്ടിയ അത് മാത്രമേ ഉള്ളൂ. ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജൈനമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് സെബാസ്റ്റ്യനിലേക്ക് എത്തിയത്. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ജൈനമ്മ തിരോധാന കേസുമായി ബന്ധപ്പെട്ട ചില വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തുകയായിരുന്നു. വീടിന് തെക്കുവശത്തെ പറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കത്തിയ നിലയിലുള്ള എല്ലുകളാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായത്. മൃതദേഹം മറ്റെവിടെയെങ്കിലും നശിപ്പിച്ച ശേഷം എല്ലുകൾ കൂട്ടിയിട്ട് കത്തിച്ചതാണോ എന്നും സംശയിക്കുന്നുണ്ട്. താടിയെല്ലുൾപ്പെടെ 150ഓളം എല്ലുകൾ ഇവിടെ നിന്ന് കിട്ടി. ഇതോടെ വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തല കടക്കര പള്ളിയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും കേസുകളിലേക്കും സംശയങ്ങൾ നീണ്ടു. ഇവരെല്ലാം സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിരുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ വീട് പരിശോധനയിലൂടെ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ത്രീകളുടെ തിരോധാന കേസുകളും പുനഃപരിശോധിക്കും. 5 വർഷം മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ചേർത്തല തെക്ക് പഞ്ചായത്ത് 13-ാം വാർഡ് സ്വദേശിനി സിന്ധുവിന്റെ കേസിലാണ് അന്വേഷണം. 2020 ഒക്ടോബർ 19-ന് ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞു പോയ സിന്ധുവിനെ തിരുവഴയിൽ നിന്നാണ് കാണാതായത്. മകളുടെ വിവാഹ നിശ്ചയത്തിന് 2 ദിവസം മുമ്പായിരുന്നു ഇത്. അർത്തുങ്കൽ പോലീസ് 4 വർഷം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസിൽ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ തേടി. ന്യൂസ് 18 ആലപ്പുഴ. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര